ഫ്രണ്ട്സ്, ഐഫോൺ 17 Pro Maxും നത്തിങ്ങും കൂടിയും ഒന്നിച്ച് മിക്സ് ചെയ്ത് ഒരു ഫോൺ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എങ്കിൽ അങ്ങനെ ഒരു അടിപൊളി ഫോണായിട്ടാണ് ഇൻഫിനിക്സ് വന്നിരിക്കുന്നത്. അതെ ഫ്രണ്ട്സ്, ഇൻഫിനിക്സിന്റെ പുതിയ ഇൻഫിനിക്സ് നോട്ട് 60 Pro. ആ ഒരു ഇൻഫിനിക്സ് നോട്ട് 60 Pro എന്ന് പറയുന്ന ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതിനുള്ള ഫോൺ മാത്രമല്ല, അത് നിങ്ങൾക്ക് ഒരു ബോക്സിന്റെ വലിപ്പം കാണുമ്പോൾ മനസ്സിലാവും. ഇതിനുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം കൂടിയും ഇൻഫിനിക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്തായാലും നമുക്ക് ഇത് അൺബോക്സ് ചെയ്തതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഫോണെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻഫിനിക്സ് നോട്ട് 60 Pro എന്ന് പറയുന്ന ഫോൺ വന്നിരിക്കുന്നത് നിങ്ങളിവിടെ കാണുന്ന ഈ ഒരു ഗ്രീൻ കളർ ബോക്സിലാണ് ഫ്രണ്ട്സ്. ഈ ഒരു ബോക്സ് അത്യാവശ്യം വെറൈറ്റി ആയിട്ടുണ്ട്. അതായത് ഒരു ഗ്രീൻ കളർ, ഏകദേശം ഒരു ഫ്ലൂറസെന്റ് ഒക്കെ പോലത്തെ ഒരു ഗ്രീൻ പോലത്തെ കളറാണ്. ഈ ഒരു കളർ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പെട്ടെന്ന് ഐ കാച്ചിങ് ആവുന്ന ഒരു ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ബോക്സ് ഐ കാച്ചിങ് ഒന്നും ആയിട്ട് കാര്യമില്ല, അതിൻ്റെ ഉള്ളിലത്തെ ഫോണാണ് നമുക്ക് ശരിക്കും കാണുമ്പോൾ ഐ കാച്ചിങ് ആവേണ്ടത്. അപ്പൊ എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിവിടെ അൺബോക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ട് ഐറ്റംസ് കൂടെ കാണാനായിട്ട് സാധിക്കും. ഒന്ന് നമ്മുടെ ഫോണിന്റെ ബോക്സും, രണ്ട് വേറൊരു ബോക്സിനെ കാണുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഞാനത് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു സ്പീക്കറാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു സ്പീക്കർ എന്തിനായിരിക്കും ഈ ഒരു ഫോണിന്റെ ഒപ്പം നമുക്ക് ഇൻഫിനിക്സ് സെൻഡ് ചെയ്തിരിക്കുന്നത്? വേറെ ഒന്നിനല്ല ഫ്രണ്ട്സ്, ഈ ഒരു സ്പീക്കർ കൊണ്ട് ഒരു അടിപൊളി കാര്യം നമുക്ക് ഈ ഒരു ഫോണിൽ ചെയ്യാൻ പറ്റും. അത് ഞാൻ വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ഓറഞ്ച് കളറുള്ള സ്പീക്കർ നമുക്ക് ഇട്ടിട്ടുണ്ട്. ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ചാർജ് ചെയ്യാനുള്ള കേബിളും ഈ ഒരു ബോക്സിന്റെ ഉള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഇൻഫിനിക്സ് നോട്ട് 60 Pro ആണ്. ഓക്കെ, അതും ഈ ഒരു ഗ്രീൻ കളർ സെയിം ബോക്സിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ഫോൺ കാണാൻ സാധിക്കും. ഫോൺ എന്തായാലും മാറ്റി വെക്കാം. ഫോൺ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് അതിന്റെ കുറച്ച് കാർഡും കാര്യങ്ങളും പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് അങ്ങോട്ട് മാറ്റി വെച്ചാൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കേസ് നമുക്ക് കിട്ടുന്നുണ്ട് ഫ്രണ്ട്സ്. ഈ ഒരു കേസ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ? നമ്മുടെ ഐഫോൺ 17 Pro Maxന്റെ ഒക്കെ ലുക്കിലുള്ള ഒരു സെയിം കേസ് അല്ലേ? അതാണ് ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞത്. നത്തിങ്ങും ഐഫോണും കൂടി ഒന്നിച്ചൊരു ഫോൺ ഇറക്കിയാൽ എങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു കേസിന്റെ ബാക്കിലായിട്ട് നമുക്കൊരു മാക്സ് സേഫ് ചാർജിങ് കാണാനായിട്ട് സാധിക്കും. ആ റൗണ്ടിലുള്ളത്, അതായത് ഈ ഒരു കേസ് മാക്സ് സേഫ് കേസ് ആണ്. ഓക്കെ, ഈ കേസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 90 വാട്ട്സിന്റെ ഒരു ഫാസ്റ്റ് ചാർജർ അഡാപ്റ്റർ കാണാൻ സാധിക്കുന്നുണ്ട്. ചാർജിങ് അഡാപ്റ്റർ, പിന്നെ അതിന്റെ കേബിളും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ഫോൺ എടുത്ത് നോക്കാം. ഓക്കെ, നമുക്ക് നൈസ് ആയിട്ട് ഒരു പാക്കിംഗ് മാറ്റാം. യെസ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഇൻഫിനിക്സ് നോട്ട് 60 Proന്റെ ലുക്ക്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഒറ്റ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ ഐഫോൺ 70 Pro Max ആണെന്നേ പറയത്തുള്ളൂ. എന്റെ കയ്യിലുള്ള ഈ ഒരു കളർ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തോന്നൂല, പക്ഷെ ഇതിന്റെ ഓറഞ്ച് കളർ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് കണ്ടു കഴിഞ്ഞാൽ 70 Pro Max അല്ലേന്ന് നമ്മൾ ചിന്തിക്കും. ലോങ്ങിൽ നിന്നൊക്കെ ഒരു കേസ് ഇട്ട് കണ്ടു കഴിഞ്ഞാൽ കൺഫേം ആണ്, ആരായാലും 70 Pro Max ആണെന്നേ വിചാരിക്കത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഐഫോൺ 70 Pro Maxും നത്തിങ്ങും കൂടി മിക്സ് ചെയ്ത ഒരു ഫോൺ ഇറക്കിയാലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ എന്തുകൊണ്ടാണ് ഐഫോൺ 70 Pro Max എന്ന് പറഞ്ഞതെന്ന് മനസ്സിലായി. കാരണം ഈ ഒരു ഡിസൈൻ കൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾ ആലോചിക്കണ്ടാവും നത്തിങ്ങിന് എന്തിനാണ് ഇതിൽ നമ്മൾ ചേർത്തതെന്ന്. നത്തിങ്ങിന് ചേർത്താനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട്സ്, ഇതില് വേറൊരു ഐറ്റം കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ആക്റ്റീവ് മാട്രിക്സ് ഡിസ്പ്ലേ. നമ്മുടെ നത്തിങ്ങിലുള്ള ആ ഒരു മോഡലുള്ള ഡിസ്പ്ലേ ഈ ഒരു ഫോണിലുണ്ട്. പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാൽ എനിക്ക് നത്തിങ്ങിനേക്കാളും ഇതിലത്തെ ഒരു ഡിസ്പ്ലേ ആണ് ഇഷ്ടപ്പെട്ടത്. ഇത് കുറച്ചും കൂടി ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഇതിന്റെ ക്യാമറ മൊഡ്യൂളിന്റെ ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ ഉണ്ടെന്നേ തോന്നത്തില്ല. ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ആക്കുമ്പോഴാണ് ഇവിടെ ഡിസൈൻ വരാം. അപ്പോൾ ഈ ഒരു ആക്റ്റീവ് മാട്രിക്സ് ഡിസ്പ്ലേയുടെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഫുള്ളി കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ബാക്കിൽ വരുന്ന പോലെ ആക്കാം. അതുപോലെ അടിപൊളിയായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആനിമേഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ ഇഷ്ടമുള്ള ആനിമേഷൻസ് സെറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് യൂസ് ഈ ഒരു ആക്റ്റീവ് മാട്രിക്സ് ഡിസ്പ്ലേയിൽ ഇൻഫിനിക്സ് നോട്ട് 60 Pro കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫോണിന്റെ ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ നല്ല പ്രീമിയം ലുക്കിലാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത്. ഇതിൽ 360 ഡിഗ്രി എയറോസ്പേസ് അലുമിനിയം ഗ്രേഡ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്ട്രോങ് ആയിരിക്കും ഈ ഒരു ഫോൺ. അതുപോലെ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം പ്രീമിയം ലുക്കും ഈ ഒരു ഫോണ് നിങ്ങൾ കാണുന്ന പോലെ കിട്ടുന്നുണ്ട്. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നാലോ, 1.5K AMOLED 144Hz ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സാമ്പിൾ കാണാനായിട്ട് സാധിക്കും. ഞാൻ ഈ ഒരു ഫോണിൽ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഫോൺ യൂസ് ചെയ്യുമ്പോഴാലും ഈ ഒരു 144Hz'ൻ്റെതായിട്ടുള്ള സ്മൂത്ത്നെസ്സും നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ടാണ്. ഈ ഒരു ഫോണിൽ വരുന്നത് സ്നാപ്ഡ്രാഗൺ 7S Gen 4 ചിപ്സെറ്റ് ആണ്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ചിപ്സെറ്റ് ആണ്. ഭയങ്കര വലിയ പെർഫോമൻസ് എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ എങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഗെയിംസ് കളിക്കാം. അടിപൊളിയായിട്ട് ഈ ഒരു ഫോൺ യൂസും ചെയ്യാൻ സാധിക്കും. അതിനുള്ള പ്രോസസർ ഇൻഫിനിക്സ് ഈ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടാതെ ഈ ഒരു ഫോണിന്റെ ചാർജർ ആണ് 90 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് ഇതിൽ വരുന്നത്. അതായത് ചാർജ് ചെയ്യുന്ന കേസിൽ നമ്മൾ പേടിക്കേണ്ട, പെട്ടെന്ന് ഈ ഒരു ഫോണിൽ അങ്ങ് ചാർജിങ് കയറിക്കോളും. അതോടൊപ്പം തന്നെ 6500 mAh മാസീവ് ആയിട്ടുള്ള ബാറ്ററി ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അപ്പൊ ചാർജ് നിൽക്കുന്നുള്ള കേസിലും നമ്മൾ പേടിക്കേണ്ട, അത്യാവശ്യം നല്ല രീതിക്ക് ഈ ഒരു ഫോണിൽ ചാർജ് നിൽക്കും. ഇനി ഞാൻ ലാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ വന്ന രണ്ട് സ്പെക്ക് അല്ലെങ്കിൽ രണ്ട് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫീച്ചർ ആണ്. ഒന്ന്, നമ്മൾ
തുടക്കം ഒരു സ്പീക്കർ അൺബോക്സ് ചെയ്തില്ലേ, ഈ ഒരു സ്പീക്കറിന്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോണിൽ അത് ഒട്ടിച്ച് വെക്കാം. അതായത് ഈ ഒരു മാക്സ് സേഫ് കേസിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ നമുക്ക് ഇതുപോലെ സ്പീക്കർ ഒട്ടിച്ച് വെച്ച് പാട്ട് കേൾക്കാനായിട്ട് പറ്റും. പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രമല്ല, കൂടാതെ നമുക്ക് വേണമെങ്കിൽ അത് സ്റ്റാൻഡ് ആയിട്ട് ഇതുപോലെ യൂസ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്, സംഭവം അടിപൊളിയായില്ലേ? അപ്പോൾ ഈ ഒരു സ്പീക്കർ നിങ്ങൾക്ക് ഇതിന്റെ ഒപ്പം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ യൂസ് ചെയ്യാം. ഇനി രണ്ടാമത്തെ വെറൈറ്റി ആയിട്ടുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ബട്ടൺ പോലത്തെ ഒരു സംഭവം കാണാൻ സാധിക്കും. ഇത് ബട്ടൺ അല്ല, ഇതൊരു സെൻസർ ആണ്. ഇതിൽ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ വിരൽ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് റേറ്റ് നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ ബ്ലഡിലത്തെ ഓക്സിജൻ ലെവലും നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ തന്നെ ഇതുപോലെ ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ പറഞ്ഞ ഇത്ര ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ഈ ഒരു ഇൻഫിനിക്സ് നോട്ട് 60 Pro എന്ന് പറയുന്ന ഫോൺ ഉള്ളത്. എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? ഈ ഒരു സ്പെക്ക് കേട്ടിട്ട് ഈ ഒരു ഫോൺ എത്ര രൂപ ഉണ്ടാവുന്നതാണ് നിങ്ങളുടെ ഒരു ഗസ്? അടിയിലൊന്ന് കമന്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഫോണിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്, ഓഫർ എല്ലാം കുറച്ച്, ഈ ഒരു ഫോണിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 28,999 രൂപയാണ്. 30,000 രൂപ താഴെയാണ് ഫ്രണ്ട്സ് ഇമാതിരി ഫീച്ചേഴ്സ് വെച്ചിട്ട് ഈ ഒരു ഇൻഫിനിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഈ ഒരു ഫോൺ ഇറക്കിയിരിക്കുന്നത്. എന്തായാലും സംഭവം കൊള്ളാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന് അടിയിലൊന്ന് കമന്റ് ചെയ്യാം. എന്തായാലും പേഴ്സണലി എനിക്കൊരു ഫോൺ ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സ്. ലുക്ക് ആയാലും അതുപോലെ തന്നെ ഇതിലുള്ള ഈ ഒരു ആക്റ്റീവ് മാട്രിക്സ് ഡിസ്പ്ലേ എന്നൊക്കെ പറയുന്ന ഫീച്ചർ ആയാലും മൊത്തത്തിൽ ഫോൺ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ള ഈ ഒരു ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ ഒരു ചെറിയ വീഡിയോ ചെയ്തതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.